കൊറോണ വന്ന സമയത്ത് ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, വഴിയെല്ലാം കെട്ടിയടങ്ങിന്ന് വെളിയിൽ ഇറങ്ങിക്കൂടാ, ഇങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര നിയന്ത്രണങ്ങളായിരുന്നു. പക്ഷേ എന്നെ വിശ്വാസമുള്ള രോഗികൾ ഒക്കെ ഞാൻ മരുന്ന് കൊടുത്തപ്പം കൊറോണ മാറുകയും ചെയ്ത് അവരാരും ഹെൽത്ത് സെൻ്ററിൽ പോയതുമില്ല, വാക്സിൻ എടുത്തതുമില്ല. സാധാരണ മൂക്കിനകത്ത് മറ്റേ അതൊക്കെ ഇട്ട് നോക്കിയിട്ടല്ലേ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊറോണ ഇല്ല എന്ന് പറയുമ്പോഴാണല്ലോ അതിനൊരു രേഖാമൂലമൊക്കെ കിട്ടയില്ലേ? ആ, രേഖയല്ല, അനുഭവമല്ലേ അതിനെ കൈപ്പെടുത്താൻ. ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ പെട്ടെന്ന് മരണം സംഭവിക്കുന്ന ഒരു രീതിയും കൂടെ ഉണ്ട്. ചില മണിക്കൂറുകൾ കൊണ്ട് രോഗി മരണപ്പെടുകയും ചെയ്യും. പക്ഷേ കൊറോണ ആശുപത്രിയിൽ പോകാത്ത എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് എത്രത്തോളം സർക്കാരുകൾ സമ്മതിക്കും? ഇങ്ങനെയൊരു സർക്കാരിന് നമ്മുടെ ഈ ആയുർവേദം സിദ്ധത്തെ പറ്റി തന്നെ വ്യക്തമായ ധാരണ ഇല്ലല്ലോ. ജനങ്ങൾക്കറിയാവുന്നത്ര പോലും സർക്കാരിന് അറിഞ്ഞില്ല. നമസ്കാരം. ഇപ്പം നിപ്പ കാലമാണ്. കോഴിക്കോട് 77 പേർക്കാണ് നിപ്പയുടെ സാധ്യതകൾ പറയുന്നത്. അതുകൊണ്ട് വളരെ അലർട്ട് ചെയ്യണം. അപ്പോൾ അതിന് മരുന്നുള്ളത് മോഡേൺ മെഡിസിനിലാണ്. ആയുർവേദത്തിന് നിപ്പയ്ക്ക് മരുന്നുണ്ടോ? അത് നിപ്പ എന്നുള്ള പേരിനല്ല ചികിത്സ, മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങളുടെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ്, കൃഷ്ണൻ എന്ന് പേരിട്ടെങ്കിൽ കൃഷ്ണൻ എന്നായിരിക്കും അറിയപ്പെടുന്നത്. അതുപോലെ പേരിനകത്തല്ല കഥ. ഒരു വൈറസ് ശരീരത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കുന്നു, ആ മാറ്റത്തിന് നമ്മൾ തടയിടുക, എന്നിട്ട് ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുക. അപ്പോൾ ആ രോഗത്തിൽ നിന്ന് വിമുക്തനാവും. ഇതാണ് അതിൻ്റെ ചികിത്സ. ശരി തന്നെയാണ്. ഇപ്പം നിപ്പയ്ക്ക് നിപ്പ എന്ന് പറയുന്ന ഒരു ചികിത്സ ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ആയുർവേദത്തിൽ നിപ്പ ആകുന്ന വൈറസ് എന്ത് കുഴപ്പങ്ങളാണോ ഉണ്ടാക്കുന്നത് അതിനെ പരിഹരിക്കാനുള്ള ചികിത്സയുണ്ട്, അല്ല പേരിനല്ല ചികിത്സ. ഇത് പെട്ടെന്ന് നമുക്ക് പരിഹാരം കാണാൻ പറ്റുമോ? സാധാരണ നമ്മൾ മോഡേൺ മെഡിസിൻ ആണെങ്കിൽ അവർ ഇഞ്ചക്ഷൻ തന്നു, മരുന്ന് തന്നു, നമ്മൾ നോർമലായ കുറേ ദിവസം പനി പിടിച്ചൊക്കെ കിടന്ന് അങ്ങ് മാറും. പക്ഷേ ഇത് അതുപോലെ ആണോ എന്നാണ് എൻ്റെ ചോദ്യം. അത് വൈറസ് രോഗങ്ങളെ ആയുർവേദത്തിൽ ആഗന്തുകളായ വിഷമായിട്ടാണ് കണക്കാക്കുന്നത്. അതിന് വിഷചികിത്സ, ആഗന്തുകമായ വിഷചികിത്സ, ആഗന്തുകങ്ങളായ വിഷചികിത്സ. മനസ്സിലായത്? എല്ലാ ജീവികളുടെയും വായിൽ വൈറസ് ബാക്ടീരിയകളൊക്കെ ഉണ്ട്. ഇത് കടിക്കുമ്പം അത് മനുഷ്യ ശരീരത്തിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അത് വാതപിത്ത കഫങ്ങളെ അസന്തുലിത അവസ്ഥയിലോട്ട് ആക്കും. അതിനെ നമ്മൾ സമീകരിക്കാനുള്ള ഔഷധങ്ങൾ കൊടുത്ത് വിഷശമനത്തിനുള്ള ഔഷധങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് ആ വൈറസിന് പിന്നെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ ഒക്കാത്തൊരവസ്ഥയാവും. സാറ് പണ്ട് കാലങ്ങളിലെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് എന്തോരം മാങ്ങ വീഴും. അത് കാക്ക കൊത്തിയതുകൊണ്ട് അത് അണ്ണാനാണോ കാക്കയാണോ പിന്നെ ഈ പറഞ്ഞ വവ്വാലാണോ എന്ന് നമ്മൾ നോക്കാറില്ല. ആ ഭാഗം അരിഞ്ഞു കളഞ്ഞിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. പക്ഷെ അന്നൊന്നും നമുക്കിതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം പ്രകൃതി അതിനേക്കായി ഒരുപാട് ദുഷിച്ചല്ലോ. ആ ദൂഷ്യങ്ങളിൽ നിന്ന് ദുഷിപ്പുകളിൽ നിന്നാണ്, മാലിന്യങ്ങളിൽ നിന്നാണ് കൂടുതൽ വൈറസുകളും ബാക്ടീരിയകളും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അശുദ്ധി കൂടുന്നതനുസരിച്ച് പുതിയ പുതിയ വൈറസുകളും ബാക്ടീരിയകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നിട്ട് ചികിത്സ ഇല്ല എന്ന് പറയാനൊക്കത്തില്ല. ചികിത്സ അപ്പം നമ്മളൊരു മാവ് വെച്ച് 15 പലഹാരം ഉണ്ടാക്കുന്നു, 30 പലഹാരമാകും, എല്ലാം മാവ് തന്നെ. അത് ഉണ്ടാക്കാൻ അറിയാവുന്നതന്നെ ഉണ്ടാക്കാം, അതിന് പേര് വിടാം. അതേപോലെ വൈറസ് കൊണ്ട് എന്തെല്ലാം ശരീരത്തിൽ പ്രശ്നങ്ങളുണ്ടോ അതിനെ പരിഹരിക്കാനുള്ള ചികിത്സയുണ്ട്. അത് വിഷം കൊണ്ടുള്ളതാണെങ്കിൽ വിഷത്തെ പരിഹരിക്കും, ജ്വരം വർദ്ധിക്കുകയാണെങ്കിൽ ജ്വരത്തെ ശമിപ്പിക്കാനുള്ള ഔഷധങ്ങൾ കൊടുക്കും, കഫം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിന് ശമിപ്പിക്കാനുള്ള ഔഷധം കൊടുക്കും. അങ്ങനെ വരുമ്പോൾ അവയവങ്ങൾക്ക് കേട് വരാതെയും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും. അപ്പോൾ ഉദാഹരണത്തിന് കൊറോണ വന്ന സമയത്ത് ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, വഴിയെല്ലാം കെട്ടിയടങ്ങിന്ന് പിന്നെ മനുഷ്യൻ വെളിയിൽ ഇറങ്ങിക്കൂടാ, ഇങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര നിയന്ത്രണങ്ങളായിരുന്നു. പക്ഷേ എന്നെ വിശ്വാസമുള്ള രോഗികൾ ഒക്കെ ഞാൻ മരുന്ന് കൊടുത്തപ്പം കൊറോണ മാറുകയും ചെയ്ത് അവരാരും ഹെൽത്ത് സെൻ്ററിൽ പോയതുമില്ല, വാക്സിൻ എടുത്തതുമില്ല. മനസ്സിലായില്ല? ഞാനും വാക്സിൻ എടുത്തില്ല. മനസ്സിലായി? അപ്പം ഈ വാക്സിനേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഒരാൾ പനി, ഒരേ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ടെമ്പറേച്ചർ കുറയും, ക്ഷീണം ഉണ്ടെങ്കിൽ ക്ഷീണം മാറും, പിന്നെ അതിൻ്റെ എന്തെല്ലാം ലക്ഷണങ്ങളാണ് ഉണ്ടായത് ആ ലക്ഷണങ്ങളെല്ലാം പിൻവലിച്ച് അവൻ ആരോഗ്യമായിട്ട് ആഹാരവും കഴിച്ച് അവന് മലമൂത്ര വിസർജനവും ശരിയായി അവന് മനസ്സും പ്രസന്നമായിരിക്കുകയാണെങ്കിൽ പിന്നെ അവനെന്ത് അസുഖം. സാധാരണ മൂക്കിനകത്ത് മറ്റേ അതൊക്കെ ഇട്ട് നോക്കിയിട്ടല്ലേ അവർ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊറോണ ഇല്ല എന്ന് പറയുമ്പോഴാണല്ലോ അതിനൊരു രേഖാമൂലമൊക്കെ കിട്ടയില്ലേ? ആ, രേഖയല്ല, അനുഭവമല്ലേ അതിനെ കൈപ്രധാനം. കടലാസിൽ ആൾ ഓക്കെയാണ്, പക്ഷേ അവൻ എഴുന്നേൽക്കുന്നില്ല, നടക്കുന്നില്ല, ആഹാരം കഴിക്കുന്നില്ല, എന്നിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സമദോഷ സമാഗ്നിച്ച, അവൻ്റെ ശരീരത്തിലുള്ള ദോഷങ്ങൾ സമമായി നിൽക്കണം. സമധാതു മലക്രിയ,
രസരക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്ല ഈ ധാതുക്കൾ ശുദ്ധമായിരിക്കുക, അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യുക. മനസ്സിലായേ? അതാണ് സമദോഷ സമാഗ്നിച്ച സമധാതു മലക്രിയ പ്രസന്നാത്മേന്ദ്രിയം മന. മലമൂത്രാദികൾ നല്ലപോലെ വർക്ക് ചെയ്യണം, ദഹനശക്തി ഉണ്ടായിരിക്കണം, അവൻ്റെ ഇന്ദ്രിയങ്ങൾ കണ്ണ് കാഴ്ച ത്വക്ക് ഇതെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കണം, മനസ്സ് പ്രസന്നമായിരിക്കണം. അങ്ങനെയൊക്കെ ഉള്ളവന് അവൻ രോഗം മാറി. അത് സ്വസ്ഥ ലക്ഷണമെന്ന് പറയും. ആരോഗ്യ ലക്ഷണം കാണുമ്പോഴത്തേക്ക് രോഗം മാറി. ഇപ്പം ഇരുട്ട് ഒന്ന് വെളിച്ചം വന്നപ്പോൾ ഇരുട്ട് പോയി. അതേപോലെ ഔഷധങ്ങൾ ഉപയോഗിച്ച് ശരീരം ആ രോഗത്തെ മാറ്റുമ്പോൾ ഇരുട്ട് പോയി വെളിച്ചം വരുന്ന പോലുള്ളൊരു മാറ്റം ആർക്കും ദർശിക്കാവുന്നതേ ഉള്ളൂ. അതിന് വേറെ ടെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇല്ല. ഇപ്പോൾ ഈ പറഞ്ഞ നിപ്പയ്ക്ക് തന്നെ ഇപ്പോൾ സാധാരണ നമുക്കൊരാൾക്ക് നിപ്പ രോഗം വന്നാൽ, ഇപ്പോൾ രോഗം പിടിപെട്ടാൽ അവർക്ക് എന്തൊക്കെ ക്രൈറ്റീരിയ അല്ലെ, എന്തൊക്കെ സാധ്യതകളാണ്, ഏതൊക്കെ അസുഖത്തിലേക്ക്, നമുക്ക് എന്തൊക്കെ ശരീരഭാഗങ്ങളിലേക്കാണ് അത് വ്യാപിക്കുന്നത്? ബ്രെയിനിനെയൊക്കെ ബാധിക്കും. പിന്നെ രക്തസ്രാവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പരിഹരിക്കുന്നതിന് ഇപ്പോൾ രക്തസംബന്ധമായിട്ടാണെങ്കിൽ പിത്തശമനമായിട്ടുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കും. മനസ്സിലായില്ലേ? പെയിൻ കൂടുതലാണെങ്കിൽ വാദശമനമായിട്ടുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കും. അതുപോലെ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ കപശമനമായിട്ടുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കും. അത് ശരീരം സന്തുലിതാവസ്ഥയിൽ വരും. ഈ പ്രപഞ്ചം തന്നെ സന്തുലിതാവസ്ഥയിലല്ലേ നിലനിൽക്കുന്നത്. ചൂട് കൂടിക്കൂടാ, തണുപ്പ് കൂടിക്കൂടാ. ഉഷ്ണശീത ഗുണോത്കർഷ തത്ര വീര്യം ദിദാസ്മൃത. ശീതങ്ങളുടെ ഒരു സാമ്യ അവസ്ഥയിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ശരീരത്തിന് ടെമ്പറേച്ചർ കൂടിക്കൂടാ, ടെമ്പറേച്ചർ കുറഞ്ഞുകൂടാ, ഒരുപാട് കുറയാൻ പാടില്ല. അതുപോലെ പ്രഷർ കൂടാൻ പാടില്ല, അത് കൂടുതൽ കുറയാൻ പാടില്ല. മർദ്ദം, മനസ്സിലായി? അത് വാദത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതുപോലെ പിത്തത്തിൻ്റെ പ്രവർത്തനം, ശരീരത്തിൻ്റെ ദഹനശക്തി പിത്തമാണ്. അത് ഒരുപാട് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതിനൊക്കെ സമീകരിച്ച് നിർത്തുന്നതിനാണ് ചികിത്സ എന്ന് പറയുന്നത്. അതിനുള്ള തിയറി നമുക്ക് തന്നിട്ടുണ്ട്. വാതപിത്ത കഫങ്ങൾ എന്ന് പറഞ്ഞൊരു തിയറി തന്നിട്ടുണ്ട്. ഇത് നമ്മൾ സമർത്ഥമായിട്ട് യൂസ് ചെയ്യാൻ അറിയാവുന്നവരിപ്പം വളരെ കുറവാണ്. ഇത് നല്ല രീതിയിൽ പരിശീലിച്ചെങ്കിലേ നമുക്ക് ആവശ്യമില്ലാത്ത ടെസ്റ്റും ഓപ്പറേഷനും ഒക്കെ ഒഴിവാക്കി രോഗിയെ ചിലവ് കുറച്ച് ചികിത്സിച്ച് രക്ഷപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം പെട്ടെന്ന് മരണത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു അസുഖം കൂടിയാണ് ഈ പറഞ്ഞ നിപ്പ. അപ്പോൾ ശ്വാസകോശത്തെയും ബ്രെയിനെയൊക്കെ ബാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഒരു രോഗിക്കൊരു ശമനം കിട്ടുന്നത്? എങ്ങനെയാണ് ആയുർവേദത്തിൽ പെട്ടെന്നൊരു ശമനം കിട്ടണം? അതിന് വിഷശമനമായിട്ടുള്ള ചികിത്സ ചെയ്യണം. ആൻറ്റിബയോട്ടിക് എന്ന് പറയും. ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള ചികിത്സകൾ ചെയ്യുക. അത് എത്ര സമയം എടുക്കും ഇതിന്? അത് 2-3 ദിവസം കൊണ്ട് സുഖമാവുന്നതേ ഉള്ളൂ. സാധാരണ നമുക്ക് മാക്സിമം ഒരാഴ്ച, അതിൽ കൂടുതലൊന്നും വേണ്ടി വരത്തില്ല. ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് മരണം സംഭവിക്കുന്ന ഒരു രീതിയും കൂടെ ഉണ്ട്. ചില മണിക്കൂറുകൾ കൊണ്ട് രോഗി മരണപ്പെടുകയും ചെയ്യും. ഈ കൊറോണ സമയത്ത് വെന്റിലേറ്ററിൽ കിടന്ന് എത്ര പേര് മരിച്ച്, പക്ഷേ കൊറോണ ആശുപത്രി പോകാത്ത എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. ആയുർവേദം ചെയ്തവർ എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ തന്നെ കൊറോണയ്ക്ക് മെഡിസിൻ കൊടുത്ത് ഒരുപാട് പേര് സോപ്പിട്ട്. അന്ന് ആയുർവേദത്തിന് കൊറോണയ്ക്ക് ആയുർവേദക്കാർ മരുന്ന് കൊടുക്കരുത്, ജയിലിൽ പിടിച്ചിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ. അപ്പം ജനങ്ങൾ തെറ്റിദ്ധരിച്ച ഈ ആയുർവേദം എന്ന് പറയുന്ന ഒരു അശാസ്ത്രീയ ചികിത്സയാണ്, ഗവൺമെൻറ് അംഗീകരിച്ച ചികിത്സയല്ലെന്ന് വരെ ഒരു തെറ്റിദ്ധാരണയുണ്ടായി. മനസ്സിലായില്ലേ? അപ്പോൾ അത്രത്തോളം ആയുർവേദത്തിന് ദോഷമുണ്ടാക്കി ഈ ഫാൾസായിട്ടുള്ള പ്രൊപ്പഗൻഡകൾ. നമ്മൾ മെഡിസിൻ കൊടുത്തിട്ട് അതെല്ലാം മാറുന്നുണ്ടല്ലോ. ഇവർ പിന്നെ മരുന്നില്ലെന്ന് പിന്നെ എന്താ പറയുന്നത്? ഈ നിപ്പയ്ക്ക് അങ്ങ് ചികിത്സിച്ചിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞ, ഈ പേരിനല്ല ചികിത്സ. ഒരു രോഗമാണോ ശരീരത്തിൽ എന്തും പിന്നെ സമപ്രകൃതിയിൽ നിന്നും അസമമായിട്ട് എന്തുണ്ടാക്കുന്നോ അതിനെ സമീകരിക്കുന്നതിനുള്ള ചികിത്സ ആയുർവേദത്തിലുണ്ട്, അല്ലെങ്കിൽ സിദ്ധത്തിലുണ്ട്. അങ്ങ് ചെയ്യുന്നുണ്ട്. ചെയ്ത് മാറ്റാനും സാധിക്കും. ചെയ്യുന്നുണ്ട്. അല്ലാതെ പേര് പറഞ്ഞിട്ട് ആ രോഗത്തിന് മരുന്ന് ഈ രോഗത്തിന് മരുന്നെന്ന് പറയുന്നതേ തെറ്റാ. അത് നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മളൊരു പേരിടുന്നെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ചികിത്സയെ സംബന്ധിച്ചുള്ള പേരിനല്ല പ്രാധാന്യം. ഏത് കാരണം കൊണ്ട് രോഗം എന്ത് ഇപ്പം ബോഡിയിൽ സ്വാഭാവികം അല്ലാത്ത രീതിയിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അതിനെ സ്വാഭാവികമായ രീതിയിൽ തിരിച്ചു കൊണ്ടുവരുന്നതിനാണ് ചികിത്സ എന്ന് പറയുന്നത്. അതിന് മരുന്നുണ്ടോന്നല്ല ചോദിക്കേണ്ട, ചികിത്സയുണ്ടോന്നാ ചോദിക്കുന്നത്. ഓക്കെ, ചികിത്സ ഇവിടെ ഉണ്ട് എന്നങ്ങ് പറഞ്ഞു. ഇത് എത്രത്തോളം സർക്കാരുകൾ സമ്മതിക്കും? സർക്കാരിന് നമ്മുടെ ഈ ആയുർവേദം സിദ്ധത്തെ പറ്റി തന്നെ വ്യക്തമായ ധാരണ ഇല്ലല്ലോ. കാരണം ഈ നിപ്പ പോലുള്ള കൊറോണ പോലുള്ള അസുഖങ്ങൾ വരുമ്പോൾ അവരെ ക്വാറന്റൈൻ, നമ്മളെ ഭാരതത്തിലെ സർക്കാരുകൾ എത്രയോ കാലമായിട്ട് സായിപ്പിന്റെ നിഴലിൽ പിന്തുടർന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടുത്തെ ഒരു സയൻസിനെ അതിൻ്റെ മേളിലെ റിസർച്ചുകളും അത് നടത്തി അതിൻ്റെ പ്രയോജനങ്ങളും കാണിക്കുന്ന സംവിധാനങ്ങളൊക്കെ വളരെ കുറവാണ്. മനസ്സിലായേ? അതുകൊണ്ട് ജനങ്ങൾക്കറിയാവുന്നത്ര പോലും സർക്കാരിന് അറിഞ്ഞുകൂടാ നമ്മുടെ ഭാരതീയ ശാസ്ത്രങ്ങളെ പ്രയോജനങ്ങളെ കുറിച്ച്. ഇപ്പം അതിന് വേണ്ടിയിട്ട് പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് ഹോസ്പിറ്റൽ റെഡിയാണ് അവിടെ. അപ്പം അത്രയും സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് അവരിത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് പുറത്തോട്ട് പോകാനോ അല്ലെങ്കിൽ 77 പേരിൽ ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക് അവരെ പിന്നെ പകരാൻ സാധ്യതയില്ല. അവർക്ക് തുടക്കത്തിലെ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് മരുന്ന് കൊടുത്ത് സുഖപ്പെടുത്തി കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അത്രയല്ലേ നമുക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. നമ്മളെ കൊണ്ടുവരാത്തൊരു രോഗിയെ നമുക്ക് ഓടിച്ചിട്ട് പിടിച്ച് മരുന്ന് കൊടുക്കാൻ നോക്കുമോ? എന്തായാലും ഇതിന് മരുന്നുണ്ട്.
മരുന്നുണ്ട്, അല്ല Side effect മരുന്നല്ല, ഇല്ല. അതിന് ചികിത്സയുണ്ട്. സോറി, ചികിത്സയുണ്ട്. ചികിത്സ എന്ന് പറയുന്നത് വ്യക്തിഗതമാണ്. സമൂഹത്തിന് കുറേ മരുന്നുണ്ടാക്കി അങ്ങ് വാരി എല്ലാം പിന്നെ വിത്ത് വാരി വിതറുന്ന പോലെ വിതറുകയല്ല ചികിത്സ എന്ന് പറയുന്നത്. ഗുളികൾ വാരി വിതറുകയല്ല. ഓരോ വ്യക്തിയുടെ ശരീരവും പ്രത്യേകമാണ്. ഇപ്പം ഇപ്പോൾ വന്നാൽ ഒരാൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളല്ല വേറൊരാൾക്കുണ്ടാകുന്നത്. പലർക്കും പല വ്യത്യാസങ്ങൾ കാണും. അത് നോക്കിയിട്ട് അതിന് ആ ശരീര പ്രകൃതിക്ക് അനുസരിച്ച് അതിന് വേണ്ടുന്ന ഔഷധങ്ങൾ കൊടുത്ത് അവനെ രക്ഷപ്പെടുത്തുക. അതാണ് ചികിത്സ എന്ന് പറയുന്നത്. അത് ശരീരം ചെയ്തോളും. അതിന് വേണ്ടുന്ന ഘടകങ്ങളെല്ലാം കൊടുത്താൽ മതി. ശരീരമാണ് യഥാർത്ഥത്തിൽ രോഗം മാറ്റുന്നത്. അത് നമ്മൾ അതിന് വേണ്ടുന്ന ഘടകങ്ങൾ കൊടുത്താൽ മതി. അതിനാ ചികിത്സ എന്ന് പറയുന്നത്. അല്ലാതെ കമ്പനി ചികിത്സ എന്ന് ലോകത്തുള്ളത് ആളുകളെ ബ്രെയിനിലെല്ലാം കമ്പനി ചികിത്സ അറിയാമോ? അവർ മരുന്ന് കണ്ടുപിടിക്കുന്നു, മരുന്ന് കൊടുക്കുന്നു. പിന്നെ ഒരു രോഗം പല രോഗമാവുന്നു, ആദ്യത്തെ മരുന്ന് നിരോധിക്കുന്നു. പിന്നെ അത് ആദ്യം തെളിഞ്ഞ മരുന്നാണ്, ഒരു ദോഷമില്ലാതെന്ന് പറഞ്ഞ് ഇറക്കുന്ന മരുന്ന് പിന്നെ അത് നിരോധിച്ചിട്ട് അടുത്ത മരുന്ന് ഇറക്കുന്നത്. ജനങ്ങൾ എന്ത് ചെയ്യാൻ നോക്കും? അവർ ഇതിൻ്റെ പുറകെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവസാനം വലിയ വലിയ രോഗങ്ങളും പിടിപെട്ട് വൻ തുകയും ചിലവാക്കി കുടുംബവും അനാഥമായി അത് നശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വാക്സിനേഷനൊക്കെ വാക്സിനേഷൻ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വാക്സിൻ ഒരാൾക്ക് അങ്ങ് എടുക്കാൻ പാടുണ്ടോ? അത് അത്യാവശ്യത്തിന് ചെയ്യേണ്ട ഒരു കർമ്മമോ? വളരെ അത്യാവശ്യത്തിൽ 1-2 വാക്സിൻ എടുക്കാറ് ജീവിതത്തിൽ. അതിൽ കൂടുതൽ വാക്സിൻ കുത്തുന്നത് ശരീരത്തിന് ദോഷമാണ്. ഇപ്പം തന്നെ നമുക്ക് അനുഭവം ഉണ്ടല്ലോ. കൊറോണ വന്നതിന് ശേഷമുള്ള അനുഭവങ്ങൾ ജനത്തിന് അറിയാമല്ലോ. നമ്മൾ പ്രത്യേകിച്ച് വിവരിക്കേണ്ട കാര്യമില്ലല്ലോ. അതൊരു സർക്കാരുകൾ സമ്മതിച്ചില്ലല്ലോ. അത് സമ്മതിക്കേണ്ട, അത് സത്യം. എല്ലാവരും ഇപ്പം ഒരു കള്ളനെ പോലീസ് പിടിച്ച് ആദ്യത്തെ ചോദ്യം ചെയ്യില്ല, അവരത് സമ്മതിക്കുമോ? ഞാൻ കട്ടെന്ന് പറയൂ. അപ്പോൾ ഇതാരെങ്കിലും വളർത്താനാണോ? ആയിരിക്കാം. അതിന് പിന്നിൽ ഗൂഢശക്തികളാണല്ലോ ഇന്ന് പ്രപഞ്ചത്തെ നയിക്കുന്നത്. അല്ലാതെ നേരെ പോകുന്നുള്ള രീതികളല്ലല്ലോ ഇപ്പോഴും നടക്കുന്നത്. അത് വ്യക്തികൾ മനസ്സിലാക്കി അതിന് തക്ക വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് അവരവരെ കാര്യം സാധിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇന്നത്തെ കാലത്തെ മാർഗം. അല്ലാതെ നമ്മൾ സമൂഹത്തെ നന്നാക്കിയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഗൂഢശക്തികളെ എല്ലാം അമർച്ച ചെയ്തൊന്നും ആർക്കും ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല.